ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ഒരുവിധ സ്കൂളിലൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ ഇതാ. ഞാൻ ഇതിലൊരു ചോദ്യം തരാം, നിങ്ങൾക്കിത് എത്ര പേർക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ജെന്യുവിൻ ആയിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് പറയണം. ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -2x³ -9x² -12x+1 ഈസ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇത് എത്ര പേർക്ക് സോൾവ് ചെയ്യാൻ പറ്റും? വളരെ ജെന്യുവിൻ ആയിട്ട് നിങ്ങൾ യെസ് ഓർ നോ അല്ലെങ്കിൽ ഐ ക്യാൻ ഐ കാൺട്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് എന്തിനാണ് ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞത് എന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ്റെ ചോദിച്ചാൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് f'(x) >0 ആകണം. f'(x) ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് >0 ആകുന്ന കുറച്ച് എക്സുകൾ ഉണ്ടാവും, അവിടെയാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുക. ഡിക്രീസിങ് ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് f'(x) <0 ആയിരിക്കണം. അപ്പോൾ ബേസിക്കലി എന്താ സംഭവം എന്നറിയോ? ഈ ഫംഗ്ഷൻ, ഞാൻ ഇതിൻ്റെ ആൻസർ എഴുതുന്നത് നോക്കിക്കേ. ഈ ഫംഗ്ഷൻ f of x ഈക്വൽ ടു -2x³ -9x² -12x+1. അപ്പോൾ ഇത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് പഠിക്കുന്ന കൺസെപ്റ്റ് അല്ലേ? തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങളും അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് പഠിക്കുന്ന കൺസെപ്റ്റാണ്. പക്ഷേ ഈ ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വേണം. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് f'(x) എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടെത്തുക? ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇനി ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഈ പല കുട്ടികൾക്കും ഈ ഒരു കൺസെപ്റ്റ് അറിയാം, ഇപ്പോൾ സ്കൂളിൽ റീസെൻ്റ് ആയിട്ട് എടുത്തതാണ്, ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ചോദ്യം സോൾവ് ചെയ്യുന്ന സമയത്ത് നോക്ക്, ഈ f'(x) ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണുക? ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് ഈ ചോദ്യം വളരെ ഈസി ആയിട്ട് ചെയ്യാം. അല്ലാത്ത ആൾക്കാർക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റില്ല. നോക്കിക്കേ, -2 കോൺസ്റ്റൻ്റ് ആണ്, അങ്ങനെ ഇട്ടു. x³ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3x² ആണ് കിട്ടുക. -9 കോൺസ്റ്റൻ്റ് ആണ്, അങ്ങനെ ഇട്ടു. x² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x ആണ് കിട്ടുക. പിന്നെ ഒരു -12 അവിടെ വെച്ചു. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 ആണ് കിട്ടുക. +1 കോൺസ്റ്റൻറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 കിട്ടുക. നിങ്ങൾ വളരെ ജെന്യുവിനായിട്ട് പറ, എത്ര ആൾക്കാർക്ക് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇതേപോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും? എത്ര ആൾക്കാർക്ക് പറ്റും? അതാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഞാൻ ഇതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഈ ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡെറിവേറ്റീവ് അറിഞ്ഞിരിക്കണം. ഡിഫറൻസിയേഷൻ ആണ് നമ്മളിവിടെ ചെയ്തത്, ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഇതിപ്പോൾ എവിടുന്നാണ് പഠിച്ചത്? ഇത് തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചതാ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണുക എന്നുള്ളത്. അപ്പോൾ അതറിയാത്തത് കൊണ്ടല്ലേ ഈ ചാപ്റ്ററിൽ ഈ ഒരു ചോദ്യം ചെയ്യാൻ പറ്റാത്തത്? യെസ്, അതറിയാത്തത് കൊണ്ട് തന്നെയാണ് ഈ ചാപ്റ്ററിൽ ഈ ഒരു ചോദ്യം ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ സ്കൂളൊക്കെ ഇനി എന്തായാലും ചാപ്റ്റർ അടിച്ചു വിട്ടങ്ങ് പോകും. അടിച്ചു വിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഡിസംബറിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ആവും. പിന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഡെറിവേറ്റീവ് അറിയാതെ പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ എന്ത് പഠിക്കാനാണ്? ഡെറിവേറ്റീവ് ഇല്ലാതെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു കാര്യവും ക്ലിയർ ആവില്ല. അപ്പോൾ ഡെറിവേറ്റീവ് ഇനി എങ്ങനെ പഠിക്കും? ഡെറിവേറ്റീവ് ഇനി നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് ആരെങ്കിലും വന്ന് എടുത്തു തരുമോ? അല്ലെങ്കിൽ എന്ത് ചെയ്യും ഡെറിവേറ്റീവ് കൃത്യമായിട്ട് പഠിക്കാൻ? അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ആരെങ്കിലും ഇനി പറഞ്ഞു തരുമോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എഡ്യൂപോർട്ട് ഒരു കൃത്യമായുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലബ്, നമ്മുടെ പുതിയൊരു സംഭവം മാത്സ് ക്ലബ്ബ്. മാത്സിൽ +2കാർക്ക് വേണ്ടിയിട്ടുള്ള മാത്സ് ക്ലബ്ബ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാത്സ് ക്ലബിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും നിങ്ങൾക്ക് ആ ചാപ്റ്ററിന് ചിലപ്പം ബേസിക് ആയിട്ടുള്ള വേറെ കുറച്ച് ഐഡിയകൾ വേണ്ടി വരും. ആ ഐഡിയകൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഇനി പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സിൽ പെർഫെക്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി ഈ കാര്യം മാത്രമല്ല, ഈ മാത്സുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, അതെല്ലാം സോൾവ് ചെയ്യാൻ സ്കൂളുകളിലൊക്കെ നിങ്ങൾ ക്ലബ്ബുകൾ കാണാറില്ലേ? അതേപോലെ നമ്മൾ ഫോം ചെയ്ത മാത്സിന് മാത്രമായുള്ള ഒരു എക്സ്ക്ലൂസീവ് ക്ലബ്ബ്. മാത്സിന് മാത്രമായിട്ടല്ല, എല്ലാ സബ്ജക്റ്റിനും ഇതേപോലെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ക്ലബ്ബുകൾ കാണാൻ പറ്റും. മാത്സിന് ക്ലബ്ബുണ്ട്, ഫിസിക്സിന് ക്ലബ്ബുണ്ട്, കെമിസ്ട്രിക്ക് ഉണ്ട്, ബയോളജിക്ക് ഉണ്ട്, എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ക്ലബ്ബുകൾ വരുന്നുണ്ട്. ഇനി ഈ ക്ലബ്ബ് എങ്ങനെയാണ് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ആർക്കൊക്കെ ഈ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, എഡ്യൂപോർട്ട് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം. ആൻഡ് വൺ മോർ തിങ് കേട്ടോ, നമ്മളിപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ക്ലബ്ബിൽ ട്രിഗണോമെട്രിക് ബേസിക്സാണ് കൊടുത്തത്. സെപ്റ്റംബർ 15 ഫസ്റ്റ് ക്ലബിൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ക്ലിയർ ചെയ്തത് ട്രിഗണോമെട്രിക് ബേസിക്സാണ്. ട്രിഗണോമെട്രിക് ബേസിക്സിന് ഒരു പാർട്ട് മാത്രമേ ക്ലിയർ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക്, അതായത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഏരിയകൾ നമുക്ക് +2 എവിടെയാണ് ആവശ്യം വരുന്നത് എന്നുള്ളത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ്സും കൂടി ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതെന്ത് ചെയ്യും?
ഈ നോട്ട് നിങ്ങൾ എഡ്യൂപോർട്ടിൻ്റെ ആപ്പ് ലോഗിൻ ചെയ്താൽ അവിടെ റിസോഴ്സിൽ ക്ലബ് റിസോഴ്സസ് കാണാം. അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ 3 സബ്ജക്റ്റ് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി കിട്ടും. അപ്പോൾ ഇവിടെ നോക്ക്, മാത്സിൽ ട്രിഗണോമെട്രിക് അതിൻ്റെ ബേസിക്സിൻ്റെ ക്ലാസ് കഴിഞ്ഞ് അതിൻ്റെ ലൈവ് നോട്ട്സ് ഉണ്ട്. ആദ്യം നിങ്ങൾക്ക് അതിൻ്റെ വർക്ക്ഷീറ്റ് തരും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നില്ല. അത് ക്ലബ്ബ് ത്രൂ ആണ് നിങ്ങൾക്ക് തരുന്നത്. ആൻഡ് അത് കഴിഞ്ഞാൽ ക്ലബ്ബ് കഴിയും. ക്ലബ്ബ് കഴിഞ്ഞിട്ട് ക്ലബിൻ്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടും. ആ ക്ലാസ്സിൻ്റെ നോട്ട് കിട്ടിയാൽ അതിന് ശേഷം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേറൊരു വർക്ക്ഷീറ്റ് കൂടിയും തരും. ഇപ്പോൾ ഈ വർക്ക്ഷീറ്റുകൾ രണ്ടും സോൾവ് ചെയ്ത് ഈ ട്രിഗണോമെട്രിക് ബേസിക്സ് ക്ലാസ്സും കൂടി കണ്ടാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് വേണ്ട ഇനി അങ്ങോട്ട് പഠിക്കേണ്ട എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ബേസിക് കാര്യങ്ങളുടെ ഐഡിയ കിട്ടും. ഇതാണ് സംഭവം. നമ്മുടെ ക്ലബിൻ്റെ ഐഡിയ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങളത് നല്ലതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് പെർഫെക്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ക്ലബ്ബ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് എക്സ്ക്ലൂസീവ്ലി ഫോർ എഡ്യൂപോർട്ട് സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂപോർട്ട് സ്റ്റുഡൻ്റ് ആകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ എഡ്യൂപോർട്ടിൻ്റെ സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ, നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് ഓഫറാണ് നമ്മുടെ +2 സ്റ്റുഡൻസിന് 3799 നമ്മുടെ ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഓഫർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക, സെപ്റ്റംബർ 15 അല്ല കേട്ടോ, സെപ്റ്റംബർ 25 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ തിങ്ക് ഈ ഒരു ഓഫർ വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് നമ്മുടെ ക്ലബിലെ സേവനങ്ങൾ കിട്ടും, നമ്മുടെ എഡ്യൂപോർട്ടിലെ എല്ലാ ക്ലാസ്സുകളും കിട്ടും. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇനിയുള്ള സമയം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ച് മുന്നേറാം. ഇനി നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഈ നമ്പറിലേക്ക് വിളിക്കാനോ നേരം, അല്ലെങ്കിൽ താഴെ ഒരു ലിങ്ക് കാണാം, ആ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്തോ, എന്നിട്ട് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്തോ. അടിപൊളിയായിട്ട് ഇനി അങ്ങോട്ടുള്ള സമയം നമുക്ക് പഠിച്ചിട്ട്, കുറഞ്ഞ സമയമേ ഉള്ളൂ, ആ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ച് നല്ല മാർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റും. കാണാം. ബൈ.